ഈ കുരുത്തം കെട്ടോളെ, നിന്നോട് ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് പാവാടിയുടെ അറ്റമെടുത്ത് ഇടുപ്പിൽ തിരുകരുതെന്ന്. അതെങ്ങനെ നാട്ടിലുള്ള ആണുങ്ങളെ മുഴുവൻ വിളിച്ച് അകത്ത് കയറ്റാനുള്ള നിന്റെ മോഹമേ അതിവിടെ നടക്കൂല അസത്തെ. ഞാനീ തൊഴുത്തിലെ ചാണകം വരികയല്ല അമ്മേ, തുണി അഴുക്കാകാതിരിക്കാനാ ഇടുപ്പിൽ കുത്തിയത്. അമ്മ ഇങ്ങനെയൊന്ന് പറഞ്ഞെന്നെ വിഷമിപ്പിക്കരുതേ. ഓടിയിരണം കേട്ട മൂദേവി, നീ വീട്ടിൽ വലതുകാൽ വെച്ച് കയറിയപ്പോൾ തുടങ്ങിയ ദുശകുനമാ. എൻ്റെ മോൻ്റെ ജീവനെടുത്ത ഒരുമ്പെട്ടോളം നീ നശിച്ചു പോകത്തേ ഉള്ളടി. ചുമ്മാതല്ല നീ ഇങ്ങനെ മച്ചിയായി പോയത്. അമ്മായിയമ്മയുടെ വായിൽ നിന്നും ഇതുകൂടി കേട്ടതോടെ സർവ്വ നിയന്ത്രണങ്ങളും വിട്ട് മാളു പൊട്ടിക്കരഞ്ഞുകൊണ്ട് അകത്തേക്ക് ഓടി. ബെഡിൽ കിടന്നുങ്ങൾ മതിയാവോളം പൊട്ടിക്കരഞ്ഞു. കരഞ്ഞു കഴിഞ്ഞപ്പോൾ നെഞ്ചിനുള്ളിൽ നിന്നും വലിയൊരു ഭാരമൊഴിഞ്ഞു പോയതുപോലെ. എല്ലാവരെയും പോലെ വലിയ പ്രതീക്ഷകളുമായിട്ടാണ് മനുവേട്ടൻ്റെ വധുവായി ഞാൻ ദേവാംഗനയിലേക്ക് വലതുകാൽ വെച്ച് കയറിയത്. മനുവേട്ടൻ്റെ അമ്മയ്ക്കും വലിയ താല്പര്യമില്ലായിരുന്നു ഈ വിവാഹമെന്ന് തനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. അപ്പോഴൊക്കെ മനുവേട്ടൻ പറയും, ഞാനൊരൊറ്റ മകനായതിനാൽ അമ്മയോട് ഒരുപാട് ലാളിച്ചാണ് വളർത്തിയത്. അച്ഛൻ നേരത്തെ തന്നെ ഞങ്ങളെ ഉപേക്ഷിച്ചിട്ട് മറ്റൊരു പെണ്ണുമായി ഒളിച്ചോടി. അതിൽ പിന്നെയാ അമ്മ എങ്ങനെ ആയത്? നീ അതൊന്നും കണ്ടില്ല കേട്ടില്ല എന്ന് നടിച്ചാൽ മതി. സത്യത്തിൽ ദേവകി അമ്മയോട് തനിക്ക് വെറുപ്പിന് പകരം സഹതാപം തന്നെയായിരുന്നു. ചെറുപ്പത്തിലെ വിധവക്ക് സമാനമായി ജീവിച്ച സ്ത്രീ പലപ്പോഴും ദുർമുഖം കാണിച്ചപ്പോഴും പുഞ്ചിരിയോടെ തന്നെ നേരിട്ടു. വിവാഹം കഴിഞ്ഞ് 1 വർഷം ആയപ്പോഴാണ് പ്രശ്നങ്ങൾ തുടങ്ങിയത്. അമ്മായിയമ്മക്ക് കുഞ്ഞിക്കാൽ കാണാൻ വലിയ ആഗ്രഹമായിരുന്നു. തൻ്റെ കുഴപ്പം കൊണ്ടാണ് ഗർഭിണിയാകാത്തതെന്നാണ് അമ്മയുടെ വാദം. തനിക്കും മനുവേട്ടന് മാത്രമേ അറിയുമായിരുന്നുള്ളൂ രഹസ്യങ്ങളെല്ലാം. മനുവേട്ടന് ഒരു ആക്സിഡൻറ്റിൽ അച്ഛനാകാനുള്ള കഴിവ് നഷ്ടപ്പെട്ടിരുന്നു. അത് മറച്ചു വെച്ചാണ് തന്നെ വിവാഹം കഴിച്ചതെന്ന്. ഒടുവിലെല്ലാം ഏറ്റുപറഞ്ഞ് പൊട്ടിക്കരയുന്ന മനുവേട്ടനെ അപമാനിക്കാൻ കഴിയാത്തതിനാൽ ആ രഹസ്യം തനിക്കും ഒളിപ്പിച്ചു വെക്കേണ്ടി വന്നു. അമ്മ പലപ്പോഴും പരിഹസിക്കുമ്പോഴും മനുവേട്ടൻ തുറന്ന് പറയാനൊരുങ്ങിയതാണ്. അവൾക്കല്ല കുഴപ്പം, അമ്മയുടെ മകനാണെന്നാണ്. താൻ തടഞ്ഞതുകൊണ്ട് അദ്ദേഹം സത്യങ്ങൾ തുറന്നു പറഞ്ഞില്ല. അമ്മയടക്കം എല്ലാവരും മച്ചിപ്പശു എന്ന് വിളിച്ചപ്പോഴും സങ്കടങ്ങളെല്ലാം മനുവേട്ടനോട് തുറന്നു പറഞ്ഞ മാറിൽ വീണ് പൊട്ടിക്കരയുകയായിരുന്നു. മനുവേട്ടൻ്റെ മനസ്സിലെ കുറ്റബോധമൊടുവിൽ മദ്യപാനത്തിൽ എത്തിച്ചേർന്നു. അമിതമായ കുടി അദ്ദേഹത്തെ രോഗബാധിതനാക്കി. ഒടുവിലെന്നെ തനിച്ചാക്കി മനുവേട്ടൻ എന്നിൽ നിന്നും മരണത്തിലേക്ക് അകന്നു പോയി. മരണസമയത്ത് ഏട്ടൻ പറഞ്ഞിരുന്നു, അമ്മ പാവമാണ്, ഞാനില്ലെങ്കിലും നീ അവരെ കൈവിടരുതെന്ന്. അന്ന് അദ്ദേഹത്തിന് നൽകിയ വാക്ക് താൻ ഇന്നും പാലിക്കുന്നു. എന്തൊക്കെ ആക്ഷേപിച്ചാലും സഹിക്കുന്നു. എല്ലാം സൗന്ദര്യമൊരു ശാപമാണെന്ന് ഇന്ന് ശരിക്കും മനസ്സിലാവുന്നുണ്ട്. മനുവേട്ടനുള്ളപ്പോൾ ബഹുമാനം നൽകി വന്നിരുന്ന ദ്വയാർത്ഥം വരുന്ന കമൻറ്റുകൾ പാസ്സാക്കാനും ഏറ്റവും വേദനിപ്പിക്കുന്നത് തന്നേക്കാൾ ഇളയവർ ചൂഴ്ന്നു നോക്കുന്നത് കാണുമ്പോഴാണ്. ഒരു വിധവയായി കഴിഞ്ഞാൽ ഒരു സ്ത്രീ എന്തെല്ലാം അനുഭവിക്കണം. ഓർമ്മകളിൽ നിന്നും മനസ്സ് പിൻവലിഞ്ഞതോടെ മാളു അടുക്കളയിലേക്ക് കയറി ജോലികളെല്ലാം ചെയ്തു തീർത്തു. ഉച്ചഭക്ഷണം കഴിഞ്ഞു ഒന്നും മയങ്ങിയിട്ടൊരു ടിവിയും കണ്ടിരിക്കുമ്പോഴാണ് അമ്മ വീണ്ടും യുദ്ധം ആരംഭിച്ചത്. ഒടുവിൽ വഴക്ക് മൂർച്ഛിച്ചപ്പോൾ മാളുവിൻ്റെ സാധനങ്ങളെല്ലാം ദേവകിയമ്മ വെളിയിലേക്ക് എറിഞ്ഞു. മാളുവിനെയും വെളിയിലാക്കി അവർ കതകടച്ചു. മാളുവിൻ്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തി അവളെ ഇവിടെ താമസിപ്പിക്കാൻ പറ്റില്ലെന്ന് തീർത്തും പറഞ്ഞു. 2 വർഷക്കാലം താൻ ജീവിച്ച വീട് നിറമേഴികളാൽ ഒരിക്കൽ കൂടി മാളു കണ്ടു. സ്വന്തം വീട്ടിലും താനൊരു ബാധ്യതയാവുമെന്ന് അവൾക്ക് അധികം താമസിയാതെ മനസ്സിലായി. വിവാഹാലോചനയിലൂടെ അവളത് തിരിച്ചറിഞ്ഞു. ഒടുവിൽ എല്ലാവരുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയവൾ വീണ്ടും വിവാഹിതയായി. രാഹുലുമായുള്ള ജീവിതം സന്തോഷം നിറഞ്ഞതായിരുന്നു. രാഹുലിൻ്റെയും 2ാം വിവാഹമായിരുന്നു. ഭാര്യയ്ക്ക് വിവാഹത്തിന് മുമ്പ് തന്നെ ഒരു രഹസ്യബന്ധമുണ്ടായിരുന്നു. ഒടുവിൽ അവളുടെ നിർബന്ധത്തിന് വഴങ്ങി വിവാഹമോചനം നേടി. ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോകുന്ന എന്ന തോന്നലിലാണ് മാളുവിനെ വിവാഹം കഴിക്കുന്നത്. 3-ാം മാസം മാളു ഗർഭിണിയായി. വിവരമറിഞ്ഞ് ദേവകിയമ്മ 2 കൈകളിലും കൊള്ളാവുന്നത്ര കിറ്റിൽ ബേക്കറിയും ഫ്രൂട്ട്സും വാങ്ങി അവളെ കാണാൻ വന്നത് മാളുവിനെ അത്ഭുതമായിരുന്നു. ആശ്ചര്യപ്പെട്ടു നിൽക്കുന്ന അവളുടെ നെറുകയിൽ ചുംബിച്ച ശേഷം അവർ പറഞ്ഞു, മനു മരണസമയത്തെല്ലാം എന്നോട് തുറന്നു പറഞ്ഞു, മോളെ, നിനക്കൊരു പുതിയ ജീവിതം കിട്ടണം. അമ്മയെപ്പോലെ മോളുടെ ജീവിതം ആകരുതെന്ന് ആഗ്രഹിച്ചു. അതിനാലാണ് ഇല്ലാത്ത കാരണം കണ്ടെത്തി നിന്നോട് വഴക്കിട്ടത്. അല്ലാതെ പറഞ്ഞാൽ നീ സമ്മതിക്കില്ല. രാഹുൽമാൻ എൻ്റെ അകന്നൊരു ബന്ധത്തിലുള്ള കുട്ടിയാ. ഞാനാണ് നിനക്കായവനെ കണ്ടെത്തിയത്. അമ്മ പറഞ്ഞതും ശരിയാണെന്ന് രാഹുൽ തലകുലുക്കി സമ്മതിച്ചു. വലിയൊരു പൊട്ടിക്കരച്ചിലൂടെ അവൾ ദേവകിയമ്മയെ കെട്ടിപ്പിടിച്ചു. ആ അമ്മ അവളെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, ഇനി ഈ അമ്മ രാഹുൽ മോൻ്റെയും മകളുടെയും കൊച്ചുമകൻ്റെ കൂടെയാണ് താമസിക്കുന്നത്.
അത് പറഞ്ഞതും ദേവികമ്മയും കൂടെ കരഞ്ഞു. അപ്പോഴൊരു നേർത്ത ശബ്ദം കാതിൽ പതിച്ചുപോലെ മാളുവിന് തോന്നി. എനിക്ക് സന്തോഷമായി മാളുട്ടി, നീ വീണ്ടും സുമംഗലിയായല്ലോ. മനുവേട്ടൻ്റെ സാമീപ്യം തന്നിൽ നിറയുന്നത് പോലെ മാളുവിന് അവർ അനുഭവപ്പെട്ടു.